നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും രേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. ഇത് അതിൻ്റെ റെസിപ്റ്റാണ്. അവിടെ ഞാൻ സുധിയുടെ വൈഫല്ലായിരുന്നു, ഞാൻ കള്ളത്തരം പറയുകയാണ്, പല ചാനലിലും വലിച്ചേറി ഒട്ടിച്ചൂടെ, ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാനൊരു കംപ്ലൈന്റ് പല വ്യക്തികൾക്കുമെതിരെ കള്ള കേസുകൾ കൊടുത്ത് സ്വന്തം ഇമേജ് എങ്ങനെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം വിചാരിച്ച് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്ന രേണു ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല ഇതുപോലൊരു കേസുമായിട്ട് സുധിയുടെ മുൻ ഭാര്യ മുന്നേക്ക് വരുമെന്നുള്ളൊരു കാര്യം. കാരണം അവർ ഇതുവരെ അവരുടെ ഐഡന്റിറ്റി എന്താണെന്ന് അവർ പുറത്ത് കാണിക്കാത്തതും മുഖം എന്താണെന്ന് പുറത്ത് കാണിക്കാത്തതും ചിലപ്പോൾ രേണുവിനെ സംബന്ധിച്ച് വലിയൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരെന്തായാലും ഐഡന്റിറ്റി കാണിക്കുന്നില്ല, മുഖം കാണിക്കുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പടച്ച് വിട്ടു കഴിഞ്ഞാലേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അത് ഏറ്റെടുക്കാനും പറയാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങൾ കാണിക്കാനുണ്ട്, നമുക്ക് ഒരുപാട് പാരാദൂരങ്ങൾ പറയാനുണ്ട്. ഒന്നുമില്ല, ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഹേറ്റുകളാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ അന്ന് നമ്മുടെ സുധിച്ചേട്ടൻ മരിച്ചു പോയപ്പോൾ ഉണ്ടായ കുറച്ച് സിറ്റുവേഷൻസും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഉപകരണങ്ങളും അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള ഡ്രസ്സുകൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ചെറിയൊരു മാർക്കറ്റിംഗ് കൂടെ അങ്ങ് ആവിഷ്കാരമായിട്ട് അങ്ങ് നടത്താമെന്ന് വിചാരിക്കും. അവിടെയും നടന്നില്ല എന്നുണ്ടെങ്കിൽ സുധിച്ചേട്ടന്റെ ഫോട്ടോ ബാക്കിൽ വെച്ചിട്ട് അതിന് മുന്നിൽ വന്നിരുന്ന ഒരു ഇന്റർവ്യൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലിയർ ആവാത്ത ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടും എന്നുള്ളൊരു കൃത്യമായ ബോധ്യം വെച്ചിട്ട് പെരുമാറുന്ന ഒരു സ്ത്രീ ഒരിക്കലും പ്രതീക്ഷ കാണത്തില്ല ഇതുപോലൊരു കേസുമായിട്ട് ഈ വ്യക്തി മുന്നേക്ക് വരുമെന്നുള്ളൊരു കാര്യം. ഈ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് അവരുടെ പേര് പറയുന്നുണ്ട്, വീണ എസ് പിള്ള എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുവരെ ചില ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ അതിനെ തുടർന്നിട്ടുള്ള പേര് പറയാതെ പല വീഡിയോസും അവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ കൃത്യമായിട്ട് അവരുടെ പേര് സഹിതം കംപ്ലൈന്റ് കൊടുത്ത ഡീറ്റെയിൽസ് സഹിതമാണ് അവരൊരു വീഡിയോയിലേക്ക് മുന്നേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമായിട്ട് ഒരു സ്ത്രീ മുന്നേക്ക് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഹേർട്ട് ചെയ്യുക മാത്രമല്ല, പല കുപ്രചരണങ്ങളും ഈ പെൺകുട്ടി, ഈ പറയുന്ന രേണു പല ഇന്റർവ്യൂസിൽ പറയുന്നുണ്ട്, ലീഗലായിട്ടുള്ള ഭാര്യ ഞാൻ മാത്രമാണ്, അതിനപ്പുറം വേറെ ആരും ഒന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ വേറെ ആരും ഇല്ല, സുധിച്ചേട്ടന് വേറെ ആരും ഇല്ല. നിങ്ങൾ ഇത്രയും കൺഫർമേഷൻ ഒക്കെ അടിച്ചു വിടുമ്പോഴത്തേക്കിന് ലീഗലി കല്യാണം കഴിച്ച ഒരു വ്യക്തിക്ക് അത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇവരുടെ കല്യാണം നടന്നത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ കൊല്ലം പറഞ്ഞേക്കാം അമ്പലത്തിൽ വെച്ച് തന്നെയാണ്. അപ്പം അതെന്തായാലും അവര് സമ്മതിക്കാത്തടത്തോളം കാലവും ഇനിയിപ്പം ഇത് സമ്മതിക്കേണ്ട വ്യക്തി സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ചു പോയത് കൊണ്ടും നമുക്ക് ഇത് ആരോടും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ലീഗലി ഈ സംഭവം പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇത് പ്രൂവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് അവർക്കുണ്ടായ ഒരുപാട് അധികം നാണക്കേടുകളുണ്ട്. ആ നാണക്കേടിനെല്ലാം ഈ പറഞ്ഞ രേണു സുധി അങ്ങ് ഉത്തരവാദിത്തം പറഞ്ഞിരിക്കണം കേട്ടോ. കാരണം നിങ്ങളിപ്പോ അതുലിനെതിരെ കൊടുത്തൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുന്നു, നിങ്ങളുടെ പള്ളിയിൽ അച്ഛൻ നല്ല അച്ഛനായിരുന്നു, ആ അച്ഛനെ നിങ്ങൾ എന്തോ താറടിച്ച് കാണിക്കുന്നു. അച്ഛനവിടെ തൃശ്ശൂർ ജയിലിനകത്ത് കിടക്കുക. അച്ഛന്റെ വേറെ കുറെ ഡീറ്റെയിൽസ് ഉണ്ട്, അടുത്ത വീഡിയോ കാണണം എല്ലാവരും. ഞാൻ സംഭവങ്ങളെല്ലാം അടുത്ത വീഡിയോക്കകത്ത് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് എന്താണ് മീഡിയ സപ്പോർട്ടൊക്കെ മേടിച്ചുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ ബാക്കിൽ 3-4 ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ അയ്യോ എന്താ വലിയ ഇതാ. അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഈ ബ്ലോഗർമാരെ. സത്യം പറഞ്ഞാൽ എന്നെയൊക്കെ പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലോഗറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറപ്പ ഉള്ള കാര്യം പറയാമല്ലോ, സത്യമാ. അവർക്ക് എന്തോ എന്നെ 2-3 തവണ ചോദിച്ചു, നിന്റെ ബാറ്ററി വല്ല ക്യാമറ വല്ല ഉണ്ടോ എന്ന്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് ഒരു എന്തോ ഫ്രീ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്റ്റേഷനിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നീ പോയിട്ട് കുറെ ക്യാമറയും കുറെ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്കിന് അവർക്കത് എത്രത്തോളം കൊള്ളും. എന്നിട്ട് അവരത് കേസ് എടുത്തില്ലെന്ന്. കേസെടുക്കാത്തതിന്റെ കാര്യവും ഈ പറയുന്ന കേസും കേസിന്റെ ഡീറ്റെയിൽസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്താം. ആദ്യം നമുക്ക് ഈ കേസ് കൊടുത്തതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഈ പെൺകുട്ടിയുടെ, അതായത് വീണയുടെ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. കൊടുത്തതിന് ശേഷം അവർക്ക് ഇപ്പോഴും മുഖം കാണിക്കാനായിട്ട് തയ്യാറല്ല, പക്ഷെ അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ പേരും കാര്യങ്ങളെല്ലാം ഉണ്ട്, കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർ പറയാനുള്ള കാര്യം ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെണ്ണ് വന്നായിരുന്നു. ആ പെണ്ണ് വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് ഇപ്പൊ ക്ലിയർ ആക്കി ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തരാം. നമസ്കാരം, ഞാൻ വീണ എസ് പിള്ളയാണ്. ഞാൻ സുധിയുടെ വൈഫ്, ഇപ്പം നിലവിലുള്ള വൈഫ് രേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഒതുങ്ങി കൂട്ടിയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. കാരണം പല ഇന്റർവ്യൂസിലും 1-2 ഇന്റർവ്യൂവിലല്ല കണ്ണി കാണുന്നവരോടും ചോദിക്കുന്നവരോടെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്റെ അറിവിൽ ആരുമില്ല, എനിക്കാരും അറിയത്തില്ല, അങ്ങനെ ഒരാളില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, അതൊക്കെ ചുമ്മാതാണ്. ആണെങ്കിൽ അവരുടെ പ്രൂഫ് കാണിക്കാൻ പറ. ഈ അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും ഒരു മാളത്തിൽ അവരുടെ കാര്യം നോക്കി ഇരിക്കുന്നവരെ അങ്ങോട്ട് ചെന്ന് കോലിട്ട് ഇളക്കിയിട്ട് കുത്തി ചാടി എടിക്കല്. ചിലപ്പോൾ ഈ കുത്തുമ്പോൾ അത് എലി ആയിരിക്കത്തില്ല, അവിടെ പുലി ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിഷയം രേണുവിന് ചിലപ്പോൾ സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇപ്പൊ ഭയങ്കര ഹൈപ്പറല്ല, ഈ തൊടുന്നതെല്ലാം ആൾക്കാർ അങ്ങ് വന്ന് ഏറ്റെടുക്കുന്നു. എന്ത് തൊട്ടാലും അതിന്റെ കൂടെ ആൾക്കാരുണ്ട്, എനിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ
വന്നാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നൊരു വിചാരത്തിലൂടെ നടക്കുമ്പോഴത്തേനെ ഒറ്റ വീഴ്ച വീണാൽ മതി കുഞ്ഞെ, ഈ കൂടെ നിന്നവരൊക്കെ നിന്നെ അതിനകത്തിട്ടങ്ങ് മൂടും. ആ മൂടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കത്തുള്ളൂ. ഇത് പല ആൾക്കാരുടെ നമ്മൾ കണ്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം, നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോൾ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി. അപ്പം ഞാനും കരുതി, എൻ്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു. അപ്പോൾ ശരി, ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ കാരണം എന്താണെന്നറിയോ? കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ വീണ എന്ന് പറഞ്ഞ സ്ത്രീ അറിയത്തില്ല, എനിക്ക് ഇവരുടെ മുഖപരിചയമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷെ ഈ വീണയെ നേരിട്ടറിയാവുന്നവരുണ്ട്. വീണ സുധിയുടെ വൈഫ് ആയിരുന്നു എന്നറിയാവുന്നവരുണ്ട്. ഈ സുധിയുടെ വീടിനടുത്തുള്ള അയൽവക്കക്കാർ കാണും, വീണയുടെ വീടിനടുത്ത അയൽവക്കക്കാരും കൂടെ വർക്ക് ചെയ്ത കൊളീഗ്സ് കാണും, ഇല്ലേ, പരിചയമുള്ള വ്യക്തികൾ കാണും. അപ്പൊ ഇവരുടെ എല്ലാം മനസ്സിൽ കൃത്യമായിട്ട് അറിയാം വീണ എന്ന് പറയുന്നത് സുധിയുടെ ഒരു ഭാര്യ ആയിരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ അതല്ല എന്ന് മറ്റൊരു വ്യക്തി അവിടെ കിടന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ താറടിച്ചു പോകുന്നത് ആരുടെ മാനമാണ്, ആരുടെ ജീവിതമാണ്, അത് കൃത്യമായിട്ട് നോക്കിയാൽ മതി. അപ്പൊ കണ്ടവരെല്ലാം എന്താണ് വിചാരിക്കുന്നത്? ഓ, അപ്പൊ ഇത്രയും നാൾ വീണ നമ്മളെ പറ്റിക്കുമായിരുന്നു, സുധിയുടെ കൂടെ അപ്പൊ എന്തുവായിരുന്നു, കല്യാണം ഒന്നും കഴിക്കാതാണോ ജീവിച്ചിരുന്നത്? തീർച്ചയായിട്ടും മലയാളികളാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കാണുന്ന ജനങ്ങളാണെങ്കിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം തന്നെ. ആ ചോദ്യം ഒന്നിൽ കൂടുതൽ തവണ ആൾക്കാർ ചോദിക്കുമ്പോഴത്തേന് അതൊരു പെണ്ണിനെ സംബന്ധിച്ച് അവരുടെ മാനത്തിന് വില പറയുന്നതിന് തുല്യം തന്നെ. നീ 1-2 ഇന്റർവ്യൂലല്ല, അതിൽ കൂടുതൽ ഇന്റർവ്യൂവിൽ ഇമാതിരി പരിപാടി നടന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് കേസ് കൊടുത്തതിനുള്ള വ്യക്തമായ റീസൺ ഇത് തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നത്. ഇന്റർവ്യൂസുകൾ കൊടുക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂസിൽ കയറി ഇരുന്നിട്ട് എന്തുവാ നിങ്ങൾക്ക് വലിച്ചു കയറി ഒട്ടിക്കാൻ പാടില്ലേ, എനിക്ക് സുധിച്ചേട്ടന് അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ട് ഈ കല്യാണം കഴിക്കുക, ഭാര്യ ഭർത്താവുക എന്ന് പറയുന്നത് കൊച്ചുകൾ മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ലീഗലി സംഭവമാണെങ്കിൽ ഭയങ്കര വിഷയം അതിൽ നിന്ന് ചാടി വെളിയിലോട്ട് വരെ അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക. അപ്പൊ എനിക്ക് കംപ്ലൈന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. ബാക്കി അവർ നോക്കിക്കോളും, ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവർ നോക്കിക്കോളും. പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ കംപ്ലൈന്റ് സ്വീകരിച്ചത്. തീർച്ചയായിട്ടും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും കേരള പോലീസ് ഇതുപോലെ ഒരു കേസായിട്ട് എടുക്കത്തില്ല. കാരണം വ്യക്തമായ പ്രൂഫുകൾ കൊടുത്താൽ മാത്രമേ അവർക്ക് ഇതിനെതിരെ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശരിയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതൊരു എഫ്ഐആർ ഇട്ട് ഒരു കേസായിട്ട് മുന്നോട്ട് വരികയും അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയാണോ അവരെ വിളിക്കാനും തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യം. കാരണം ഇത് കൊടുത്തത് 2 സ്ത്രീകളാണ്. മറിച്ച് ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ കൊടുത്തതാണെന്നാൽ ഒറ്റയടിക്ക് ആദ്യം കേസ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കത്തുള്ളായിരുന്നു. എന്തായാലും കൃത്യമായ രേഖകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനമായിട്ട് മുന്നോട്ട് പോയതെന്ന് നമുക്ക് എന്തായാലും ഈ ഒരു കേസിന്റെ ഒരു അടിസ്ഥാനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ ഇവർ അതുലിനെതിരെ കേസ് കൊടുത്തായിരുന്നല്ലോ. അതായത് ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അപ്പം അതിനെ തുടർന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായി കേട്ടോ. നമുക്ക് ആ സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടുകൊണ്ട് തന്നെ നമുക്ക് റിയാക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ. ഓക്കെ. രേണു സുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു, ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു, ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. സത്യമാ, ഞാനും ആ വീഡിയോ കണ്ടതാ. അവൻ അങ്ങനെ തന്നെയാ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് അങ്ങനെ അതെങ്ങനെ ചേച്ചി വാസ്തവം ചേച്ചിക്ക് മനസ്സിലായത്? ചേച്ചി മഷി ഇട്ട് നോക്കിയോ? അതോ കബഡി നിരത്തി നോക്കിയോ? കുശു അതങ്ങനെ വല്ലതും നോക്കിയോ? അങ്ങനെ വല്ലതും നോക്കിയിട്ടാണ് ചേച്ചി പറഞ്ഞത്? അതോ അവരുടെ ചാറ്റ് ചേച്ചി കണ്ടോ? കണ്ടപ്പോ അവർ ഡിലീറ്റ് ചെയ്തതാണെങ്കിൽ ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, സത്യസന്ധമായ കാര്യമാണെന്നാണല്ലോ പറയുന്നത്. സത്യസന്ധമായ കാര്യം എങ്ങനെയാണെന്ന് വെറ്റയിലിട്ട് ഇങ്ങനെ തുപ്പി നോക്കിയാ എങ്ങനെ സത്യസന്ധത എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത്? അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരപ്പെടും. ഇനി സത്യസന്ധത മനസ്സിലാക്കാൻ അറിഞ്ഞാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സത്യസന്ധത മനസ്സിലാക്കുന്നത് കണ്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ. കാരണം നമുക്കറിയത്തില്ല എങ്ങനെ സത്യസന്ധത കണ്ട് മനസ്സിലാക്കുന്നത്. ഒന്ന് പറഞ്ഞു തരണേ കൃത്യമായിട്ടൊന്ന് കേട്ടോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറൊരുത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചിട്ടുണ്ടെന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു 100% സത്യം. അഖിലെന്ന് പറയുന്ന ഒരു വ്യക്തി, ഇനി അവസാനം പറയാം, അതിലെന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പോയില്ല, ഈ നാട്ടിൽ പോലും ഇല്ല. അവൻ ആരാന്ന് ചിലപ്പോൾ ഇവർ ചോദിക്കും.
അവൻ അയച്ച മെസ്സേജും അവൻ ആദ്യം ഒരു സ്റ്റോറി, ഇതാണ് ഞാൻ സൈഡിൽ വെക്കാം, അതുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ടിട്ട് അതിനെ പോസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതും, അതിനുശേഷം അവനെ വിളിക്കുന്നതും, അതിനുശേഷം എന്തിനാ വിളിച്ചെന്ന് ചോദിക്കുന്നു, അതിനുശേഷം വീണ്ടും തിരിച്ചങ്ങോട്ട് വിളിക്കുന്നതും ഇതെല്ലാം ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റിനകത്തുള്ളതാ. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ കേസ് കൊടുത്ത സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റ് കൃത്യമായിട്ട് കേരള പോലീസ് എടുത്ത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. വെരിഫൈ ചെയ്തപ്പോഴത്തേക്കിന് അവർക്ക് നിങ്ങൾ കൊടുത്ത കേസിനകത്ത് ഒരു അടിസ്ഥാനം ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് അവനെ വെറുതെ വിട്ടത്. അല്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങളൊരു യൂട്യൂബറാണ്, ഞാൻ മറ്റു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടി കൊടുത്ത് അവർ ചിലപ്പോൾ ഇരുത്തത്തതുണ്ട്. അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെയാണ് അവർ വെറുതെ വിട്ടത്. അല്ലാതെ ഇവിടെ കിടന്ന് 4, 3, 7 പേരെ പിടിച്ചു വെച്ച് കിടന്ന് മെഴുകിയിട്ടങ്ങ് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഈ പറയുന്ന രമ്യ എന്ന് പറയുന്നതാണ് ഈ പെൺകുട്ടിയുടെ, അതായത് രേണുവിന്റെ സഹോദരി. ഈ സഹോദരിയെ കുറിച്ചാണ് ഈ പറയുന്നത്. സഹോദരി ഇത്രയും വലിയൊരു ചാറ്റൊക്കെ നടത്തി നമ്മൾ കണ്ട്. എന്റെ വീഡിയോയിൽ രണ്ടാമത്താണ് ഞാൻ ഈ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് എടുത്ത് വെക്കുന്നത്. അവന്റെ വീഡിയോയിൽ വേറെ കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു? ഇനിയിപ്പോ വീട്ടിൽ പിള്ളേരെങ്ങാനും എടുത്ത് ഫോൺ കളിക്കുന്നുണ്ടോ, അവരെങ്ങാനും എടുത്ത് ചെയ്തതാണോ ഇങ്ങനെ വല്ലോ, നമുക്ക് അറിയത്തില്ല. കാരണം ഓൾറെഡി വന്നത് ചാറ്റിനകത്ത് വന്നത് അവന്റെ കയ്യിൽ കിടപ്പുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യത്തിന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. അവനെ വീഡിയോ കോൾ വിളിച്ച് അവനോട് ചാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിനെതിരെ കേസ് കൊടുക്കുക ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയാണോ? ഒരു പെണ്ണിനെ വീഡിയോ കോൾ വിളിച്ചതും ഇതൊക്കെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണോ? എനിക്കറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കാം. ഇനി പെണ്ണായതുകൊണ്ടും ഇന്ത്യൻ നിയമം ആയതുകൊണ്ടും അതെല്ലാം ആക്ഷേപത്തിന് തുല്യമായിരിക്കാം ചിലപ്പോൾ. അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പൊ ഈ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെയും വിളിപ്പിച്ച് അവനെയും വിളിപ്പിച്ച്, പക്ഷെ ആ സമയത്ത് അവൻ അവിടെ ചെന്നില്ല. അങ്ങനല്ല, അവരെ രണ്ടുപേരെ അതിന് മുമ്പ് ഒരു ദിവസം വിളിപ്പിച്ച്, അപ്പൊ അവൻ അവിടെ ചെന്ന്. അപ്പൊ ഇവരവിടെ ചെന്നില്ല, കാരണം ഇവരച്ഛൻ തങ്കച്ചൻ ചെന്ന്. അതിനുശേഷം രണ്ടാമത് വിളിച്ചപ്പം ഇവർ ചെന്ന്, അവൻ ചെന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം വിളിപ്പിച്ചപ്പോ ഇവർ ചെന്നില്ല, അതുകൂടെ ഒന്ന് പറയണം. അച്ഛനെ മാത്രം പറഞ്ഞു വിട്ടെന്നുള്ള കാര്യം. അതെന്താ അച്ഛനെ മാത്രം പറഞ്ഞു വിട്ടു? അവൻ വന്ന ദിവസം അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് അങ്ങനെ കൂടെ നോക്ക്. നിങ്ങൾ അങ്ങനല്ല, അവൻ വന്നു കഴിഞ്ഞാൽ അവനെ കുറ്റിയടിച്ച് പൊട്ടിക്കുന്നായിരുന്നു രേണു പറഞ്ഞത്. വന്ന ഫുള്ള് മീഡിയയെ പിടിച്ചു നിർത്തും, അതിനെ പിടിച്ച് നിർത്തി കരിക്കിപ്പിക്കും എന്നൊക്കെയാ പറഞ്ഞു. പക്ഷെ ഒന്നും കണ്ടില്ല. നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു, പക്ഷെ ഒന്നും കണ്ടില്ല. പോലീസുകാർ പറഞ്ഞ മറുപടി എന്താ? ഇവനെ വിളിപ്പിച്ചപ്പോൾ ഇവൻ കുറെ രേഖകൾ നിരത്തി, അതെല്ലാം സത്യമാണെന്നവർക്ക് ബോധ്യം ആയതുകൊണ്ട് ഈ കേസിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തത്. ഇത്ര നേരം എന്തിനാ റിയാക്ഷൻ വീഡിയോ ചെയ്ത്? ആ പുളിസ് അങ്ങ് പോയി എല്ലാം കൂടെ കേട്ടോ. കാരണം അവര് തന്നെ പറയുന്നുണ്ട്, അതിന് വന്ന് രേഖകൾ കാണിച്ചപ്പോഴത്തേക്ക് അതൊരു സത്യം ഇല്ലാന്ന് കണ്ടപ്പോൾ അവരെ വെറുതെ വിട്ട്. അത്രേ ഉള്ളൂ ചേച്ചി ചുമ്മാ ഹൈപ്പറായിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾ അവസാനം പറഞ്ഞത്. അത്രയും നടന്നിട്ടുള്ളൂ, അത്രയും സംഭവിച്ചിട്ടുള്ളൂ. ചേച്ചി വേണ്ട പുതിയൊരു വീഡിയോ ചെയ്തോളൂ. അതായത് ഈ വീണ രേണുവിനെതിരെ കൊടുത്ത കേസുണ്ട്. ആ കേസ് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്, കോടതിയിലുണ്ട്, അപ്പം സ്റ്റേഷനിലുണ്ട്. വന്ന് നോക്കി ക്ലിയർ ചെയ്ത് അതിനെപ്പറ്റി ഒരു വീഡിയോ എടുത്തു വെച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ചിലപ്പോൾ അവർക്കും ഉപകാരപ്പെടും, ഇത് കാണുന്ന ജനങ്ങൾക്കും ഉപകാരപ്പെടുമായിരിക്കും. അന്ധമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും തെളിവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ അന്ധമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.